അസ്സലാമു അലൈക്കും. റമളാൻ മാസത്തിലെ അതിപ്രധാനമായ ദിനങ്ങളിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. വളരെയധികം പവിത്രതയുള്ള, വളരെയധികം മഹത്വമുള്ള ഓരോ ദിവസങ്ങളാണ് ഇനിയുള്ളത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകൾ. ലോകത്തുള്ള സത്യവിശ്വാസികൾ ആ മഹത്വമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന മനോഹരമായ രാവുകൾ. അതിനാൽ തന്നെ ഈ ഒരു വീഡിയോ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുള്ളതാണ്. എന്താണ് ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാവ് ഏതാണ്? അതോടൊപ്പം പ്രകൃതിയിലെ ചില മാറ്റങ്ങൾ വെച്ചുകൊണ്ട് അന്നേ ദിവസം ലൈലത്തുൽ ഖദർ സംഭവിച്ചോ എന്നറിയാൻ സാധിക്കും. ആ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ലൈലത്തുൽ ഖദറിന്റെ അന്ന് മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ലൈലത്തുൽ ഖദറിന്റെ അന്ന് മലക്കുകൾ പ്രവേശിക്കാത്ത ചില വീടുകളെക്കുറിച്ചും പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം കഴിവിന്റെ പരമാവധി ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് റമളാൻ മാസത്തിലെ ഒരു അനുഗ്രഹീതമായ രാത്രിയിലാണ്. ആ അനുഗ്രഹീതമായ ആ ഒരു മാസത്തിൽ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള ആ അനുഗ്രഹീത രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ഒട്ടനവധി ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒന്നാണ് ലൈലത്തുൽ ഖദർ. നോക്കൂ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇപ്രകാരമാണ്: തീർച്ചയായും ഖുർആനിനെ നിർണയത്തിന്റെ രാവിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? നിർണയത്തിന്റെ രാത്രി 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. മലക്കുകളും റൂഹും അവരുടെ രക്ഷിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. പ്രഭാതോദയം വരെ അത് സമാധാനമത്രേ. ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നിർവഹിക്കുന്ന ഒരു കർമ്മത്തിന് മറ്റു രാത്രികളിൽ ചെയ്യുന്ന കർമ്മത്തെക്കാൾ 1000 മാസങ്ങൾക്ക് തുല്യമായ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ആ രാത്രി പ്രയോജനപ്പെടുത്തുന്ന വ്യക്തി 1000 മാസങ്ങളിൽ ഇബാദത്ത് ചെയ്തവനെ പോലെയാണ്. ദുർബലമായ ഈ സമുദായത്തിന് അള്ളാഹു നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണിത്. നമുക്കറിയാം, നമ്മുടെ മുമ്പുള്ള സമുദായങ്ങൾക്ക് ഒരുപാട് വർഷക്കാലം ദീർഘായുസ്സുണ്ടായിരുന്നു. അവർ ദീർഘകാലം ജീവിച്ചതുകൊണ്ട് തന്നെ അവർക്കൊരുപാട് ഇബാദത്തിൽ കഴിച്ചുകൂടാൻ സാധിച്ചു. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിന് ആയുസ് വളരെയധികം കുറവാണ്. ഈ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ പുണ്യം നേടാൻ ലൈലത്തുൽ ഖദർ വഴി അള്ളാഹു വലിയൊരു അവസരമാണ് നമുക്ക് നൽകുന്നത്. 1000 മാസം എന്ന് പറയുന്നത് ഏകദേശം 80-ലധികം വർഷങ്ങൾ വരും. ഓരോ വർഷവും ഖദറിന്റെ രാവുകൾ ആരാധനകളെ കൊണ്ട് ധന്യമാക്കുന്ന ഒരു സത്യവിശ്വാസി നിരവധി നൂറ്റാണ്ടുകൾ ആരാധനയിൽ കഴിച്ചുകൂട്ടിയവന് തുല്യമാവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ ധാരാളമായി ആ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അവർ അള്ളാഹുവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായിട്ടാണ് ആ രാത്രിയിലേക്ക് ഇറങ്ങി വരുന്നത്. ധാരാളം ബറക്കത്തും റഹ്മത്തുമായി മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ആ വർഷത്തിൽ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള എല്ലാ വിധികളുമായിട്ടാണ് അവർ ഇറങ്ങി വരുന്നത്. ഓരോ വ്യക്തികൾക്കും അള്ളാഹു വിധിച്ച ഉപജീവനവും മരണവും ജനനവും മറ്റുമെല്ലാം അതിലുണ്ടായിരിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഭൂമി ലോകത്തുണ്ടാകുന്ന മലക്കുകൾ എന്ന് പറയുന്നത് ഭൂമിയിലെ മണൽത്തരികളെക്കാൾ അധികമായിരിക്കുമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അത്രത്തോളം മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ മലക്കുകൾ കൊണ്ട് നിറഞ്ഞ ആ ഒരു ലൈലത്തുൽ ഖദറിന്റെ രാത്രി അത് പ്രഭാതോദയം വരെ സമാധാനമായിരിക്കും. ലൈലത്തുൽ ഖദർ എന്നാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ വിവരം നൽകിയിരുന്നു. എന്നാൽ ആ ഒരു അറിവിനെ നബിതങ്ങളിൽ നിന്നും മറക്കപ്പെടുകയും ഉയർത്തപ്പെടുകയുമാണ് ചെയ്തത്. ഉബാദത്ത് ഇബ്നു സ്വാമിത്തിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഞങ്ങളെ അറിയിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പുറപ്പെട്ടു. അപ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട 2 പേർ തമ്മിൽ വഴക്ക് കൂടുകയുണ്ടായി. നബി തങ്ങൾ പറഞ്ഞു, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ പുറപ്പെടുകയുണ്ടായി. അപ്പോൾ ഇന്നവനും തമ്മിൽ വഴക്ക് കൂടുകയുണ്ടായി. അങ്ങനെ ആ വിജ്ഞാനം ഉയർത്തപ്പെട്ടു. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കാം. ആ ഒരു അറിവിനെ നബിതങ്ങളിൽ നിന്നും ഉയർത്തപ്പെട്ടുവെങ്കിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. അതിലേറ്റവും കൂടുതലും പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് റമളാനിലെ അവസാനത്തെ 10-ലാണ്. അതും റമളാനിലെ അവസാനത്തെ 10-കളിലെ ഒറ്റയായ രാവുകളിൽ 21, 23, 25, 27, 29 എന്നീ രാവുകളിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യത എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതലും സാധ്യതയുള്ള ഒരു രാവാണ് 27-ാം രാവ്. ഖുർആനിൽ നിന്നുള്ള സാഹചര്യ നിഗമനങ്ങളുടെയും ഹദീസ് പാഠങ്ങളുടെയും പണ്ഡിതന്മാരായ മഹത്തുക്കൾ പഠിപ്പിച്ചു വച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലൈലത്തുൽ ഖദർ റമളാൻ 27-ാം രാവിലാകാനുള്ള സാധ്യത ഏറെയാണ്. മുസ്ലിം ലോകം യുഗങ്ങളായി ഈ ഒരു ദിവസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആരാധനകളിലും ഇഅ്തികാഫിലുമായി കഴിയുന്നുണ്ട്.
27-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ എന്നതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൽ നിന്ന് കണ്ടെത്തിയ സൂചനകളിലൊന്ന് ഇങ്ങനെയാണ്. ലൈലത്തുൽ ഖദർ പ്രതിപാദിച്ച സൂറത്തിൽ 30 വാക്കുകളാണുള്ളത്. റമളാന്റെ ആകെ ദിനങ്ങളുടെ എണ്ണം പോലെ അതിൽ ലൈലത്തുൽ ഖദറിനെ പ്രത്യേകമായി സൂചിപ്പിക്കുന്നത് 27-ാമത്തെ പദമാണ്. അതിനാൽ തന്നെ ആ പവിത്രമായ രാവ് 27-നാണ് എന്നതിന് ഇതിൽ സൂചനയുണ്ട് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. അതോടൊപ്പം ലൈലത്തുൽ ഖദർ എന്ന വാചകത്തിൽ 9 അക്ഷരങ്ങളാണുള്ളത്. ഈ പ്രസ്തുത സൂറത്തിൽ ലൈലത്തുൽ ഖദർ എന്ന വാചകം അള്ളാഹു 3 പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നുണ്ട്. ഈ 9 അക്ഷരങ്ങളെ 3-ൽ ഗുണിക്കുമ്പോൾ 27 നമ്പർ ലഭിക്കുകയാണ്. അതിനാൽ തന്നെ ഇതും പവിത്രമായ ലൈലത്തുൽ ഖദർ 27-ാം രാവിലാണ് എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ എന്നതിനെ സംബന്ധിച്ചുള്ള നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. ഇനി ലൈലത്തുൽ ഖദറിന്റെ അന്ന് മലക്കുകൾ പ്രവേശിക്കാത്ത ചില സ്ഥലങ്ങളെക്കുറിച്ചും ചില വീടുകളെക്കുറിച്ചും പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബിംബങ്ങളെയും പ്രതിമകളെയും ഒക്കെ പൂജിക്കുന്ന സ്ഥലങ്ങളിലൊന്നും റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല. മറ്റൊന്ന്, ജീവജാലങ്ങളുടെ പ്രതിമകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന വീടുകളിലും സ്ഥലങ്ങളിലും മലക്കുകൾ പ്രവേശിക്കില്ല. മറ്റൊന്ന്, മദ്യപിക്കുന്ന വ്യക്തിയുള്ള വീടുകളിലും ആ മദ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലും റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവർ, കുടുംബങ്ങളുമായി തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞു നിൽക്കുന്നവരുടെ വീടുകളിൽ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കില്ല. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് വലിയ അശുദ്ധിയുള്ള ആളുകളുടെ വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ വലിയ അശുദ്ധിക്കാർ എന്ന് ഉദ്ദേശിച്ചത് മനഃപൂർവ്വം വലിയ അശുദ്ധി ഉണ്ടായിട്ടും അതിൽ അലസത കാണിക്കുന്ന ആളുകളെയാണ്. ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിലും പകലിലും പ്രകൃതിയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ വെച്ചുകൊണ്ട് ലൈലത്തുൽ ഖദർ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലൊന്നാമത്തേത്, ലൈലത്തുൽ ഖദർ സംഭവിച്ചതിന് ശേഷമുള്ള പകലിൽ വലിയ സൂര്യകിരണങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. കാരണം ഭൂമിയിൽ മുഴുവനും മലക്കുകളുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ സൂര്യപ്രകാശം അധികം ഉണ്ടാവുകയില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അധികം തണുപ്പോ ചൂടോ ഇല്ലാത്ത ഒരു പ്രത്യേകതരം കാലാവസ്ഥയായിരിക്കും. ലൈലത്തുൽ ഖദറിന്റെ രാത്രി വളരെയധികം ശാന്തമായിരിക്കും. അന്നേ ദിവസം കടൽ തിരമാലകളൊക്കെ വലിയ ശബ്ദമൊന്നുമില്ലാതെ ശാന്തമായിരിക്കും. ഇനി മറ്റൊന്ന്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലെ ചന്ദ്രന്റെ രൂപം പാത്രത്തിലെ ഒരു കഷ്ണത്തിന്റെ രൂപം പോലെയായിരിക്കുമെന്ന്. അതായത് റമളാനിലെ അവസാനത്തെ 10-ൽ ചന്ദ്രൻ അതിന്റെ വലിപ്പം കുറഞ്ഞു വരുന്ന ഒരു രൂപം, അത്തരത്തിലുള്ള ഒരു ചന്ദ്രനെ ആയിരിക്കും ലൈലത്തുൽ ഖദറിന്റെ അന്ന് കാണാൻ സാധിക്കുമെന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. അന്നത്തെ രാവിൽ വിശ്വാസികളുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നുകൊണ്ട് അവരോട് സലാം പറയും. പിന്നീട് ഭൂമിയിൽ മുഴുവനും നിസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും ഇബാദത്തുകളുമായി മുഴുകിയിരിക്കുന്ന നല്ലവരായ സത്യവിശ്വാസികൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശ്വാസികളുടെ കരങ്ങൾ ചുംബിക്കുകയും അതിനുശേഷം അവരെ ഹസ്തദാനം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹസ്തദാനം ലഭിക്കുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിന് ഒരു പ്രത്യേക കുളിർമയുണ്ടാവുകയാണ്. മാത്രവുമല്ല, ആ മനുഷ്യന്റെ കണ്ണുകളിൽ നിന്നും അറിയാതെ കണ്ണുനീറിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.